മുടി കൊഴിച്ചിൽ ഒരുപാട് പേര് കംപ്ലൈന്റ് പറയുന്ന ഒരു ഇഷ്യൂ ആണ് ഈ മുടി കൊഴിച്ചിൽ അല്ലേ. അപ്പോൾ സാധാരണ രീതിയിൽ ഈ മുടി കൊഴിച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത കടയിൽ പോകും, എണ്ണ വാങ്ങിച്ച് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിൽ കാണുന്ന എണ്ണകൾ വാങ്ങിച്ച് ഉപയോഗിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുന്ന ചില ഒറ്റമൂലികളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊരു കറക്റ്റായിട്ടുള്ള ഒരു രീതിയാണോ? എന്നാൽ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയാറുണ്ട്, ഞാൻ ഒരുപാട് എണ്ണകൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ മുടി കൊഴിച്ചിൽ കുറയുന്നില്ല, പക്ഷെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്, പക്ഷേ എണ്ണകൾ ഉപയോഗിച്ചിട്ടൊന്നും മുടി കൊഴിച്ചിൽ കുറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ വരാനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടേഷൻ എടുത്തിട്ട്, ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് എന്താണ് മുടി കൊഴിച്ചിലിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. അതാണ് ആദ്യത്തെ ചികിത്സ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാരണത്തെ മാറ്റി നിർത്തുക. ഓക്കെ, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഡാൻഡ്രഫ് അതൊരു മുടി കൊഴിച്ചിലിൻ്റെ കാരണമാണ്. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡാൻഡ്രഫ് കാരണം മുടി കൊഴിയാറുണ്ട്. അതുപോലെ പാരമ്പര്യം, ചിലരൊക്കെ പറയാറില്ലേ, പാരമ്പര്യം ഉള്ള ആൾക്കാരിലും ഇതുപോലെ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. ഹെറിഡിറ്ററി എന്നൊക്കെ നമ്മൾ പറയും. മൾട്ടി വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയിൽ കാൽസ്യം മറ്റു മിനറൽസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കുറവുണ്ടെങ്കിൽ, ഇതേപോലെ അനീമിക് കണ്ടീഷനൊക്കെ ആണെങ്കിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ തൈറോയിഡ്, അതുപോലെ PCOD പോലുള്ള രോഗങ്ങളുള്ള ആൾക്കാർക്കും മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ സ്ട്രെസ്സ്, മാനസികമായിട്ട് സ്ട്രെസ് ഉള്ള ആൾക്കാരിലും മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. ക്രോണിക് ഡിസീസിൻ്റെ സെക്കൻഡറി ആയിട്ട് പല ഇൻഫീഷ്യസ് ഡിസീസസിൻ്റെ സെക്കൻഡറി കോസ് ആയിട്ടും ഇതുപോലെ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ഇതേപോലെ അതിൻ്റെ റിയാക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ട് ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ മാലിഗ്നൻസി പോലെയുള്ള ക്രോണിക് ആയിട്ടുള്ള മാലിഗ്നൻസി കണ്ടീഷൻസിലും ഇതുപോലെ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. ഈ സ്കാൽപ്പ് സോറിയാസിസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാരണങ്ങളുണ്ട് ഈ മുടി കൊഴിച്ചിലിന്. സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി കൊഴിച്ചിൽ വന്നാൽ തൊട്ടടുത്ത് കടയിൽ ചെല്ലുന്നു, എണ്ണ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഷാമ്പൂസ് ഒക്കെ ഉപയോഗിക്കുന്നു. ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു പ്രോപ്പർ അല്ലെങ്കിൽ പോലും അത് കാരണം മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ പ്രോപ്പർ അല്ലെങ്കിൽ കൂടി മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. എണ്ണകൾ പരീക്ഷിക്കുന്നതിന് മുന്നേ എന്താണ് നമ്മൾ യഥാർത്ഥ കാരണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തി അതിനു കൂടി ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലിന് പരിഹാരം കിട്ടും.